ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഫോർത്ത് മൊഡ്യൂളിലെ എത്തോളജിയിലെ സോഷ്യോ ബയോളജി എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോകാം ഇതിലേക്ക്. സോഷ്യോ ബയോളജി, സാമൂഹ്യ ജീവശാസ്ത്രം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ജീവജാലങ്ങൾ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്, കൂട്ടമായിട്ടാണ്, സംഘങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന ആ ജീവികളുടെ ആ ഒരു സ്വഭാവം, ആ കൂട്ടമായിട്ട് ജീവിക്കുന്നതിന്റെ സ്വഭാവം എന്തൊക്കെയാണ് അത് പരിശോധിക്കാനും അതിനെക്കുറിച്ച് വിശദീകരിക്കാനും എക്സ്പ്ലനേഷൻ നടത്താനും അത് ഏത് പരിണാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായി വന്നത് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ജീവശാസ്ത്ര മേഖലയാണ് സോഷ്യോ ബയോളജി. ആ ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളുടെ ഇണചേരലിന്റെ രീതികൾ എന്തൊക്കെയാണ്, അതായത് റീപ്രൊഡക്റ്റീവ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, പ്രാദേശിക വഴക്കുകൾ അഥവാ മത്സരം എന്നൊക്കെ പറയും, കോമ്പറ്റീഷൻ, ജീവികൾ തമ്മിൽ കുടിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മത്സരം കാണിക്കുന്നുണ്ടോ, സാമൂഹിക പ്രാണികളുടെ കൂട്, അവർ സമൂഹമായിട്ട് ജീവിക്കുന്ന എങ്ങനെയാണ് കൂടുണ്ടാകുന്നത്, ആ കൂട്ടിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ സമൂഹം, അതിന്റെ പ്രത്യേകത എന്താണ്, ഇതുപോലുള്ള സ്വഭാവങ്ങളെയാണ് സോഷ്യോ ബയോളജിയിൽ പ്രതിപാദിക്കുന്നത്. ഒരു യഥാർത്ഥ സമൂഹം എന്നാൽ സ്ഥിരതയുള്ള സമൂഹമാണ്. അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് പ്രത്യേക സ്ഥിരതയുള്ള സ്വഭാവമായിരിക്കും. അത് ഇടയ്ക്ക് വെച്ച് മാറുന്നില്ല, ഒരേ ശൈലിയിൽ തന്നെയായിരിക്കും, ഒരേ സ്ഥിരമായ സ്വഭാവത്തിലായിരിക്കും ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്നത്. അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും താരതമ്യേന സ്ഥിരമായ ചില സാമൂഹിക ബന്ധങ്ങൾ പരസ്പരം വഹിക്കുകയും ചെയ്യും. അപ്പൊ ഈ സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില പരസ്പര ബന്ധങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരിക്കും. സോഷ്യൽ ഓർഗനൈസേഷൻ അഥവാ സാമൂഹിക സംഘടന വ്യക്തികളും സാമൂഹിക ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മാതൃകയാണ് സാമൂഹിക സംഘടന. അതായത് ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന ആ ജീവികൾ, ഓരോ വ്യക്തികളും ആ ഗ്രൂപ്പും തമ്മിൽ എന്തൊക്കെ ബന്ധമാണ് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആനിമൽ കിങ്ഡത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയിൽ ഒന്നാണിത്. അനിമൽ കിങ്ഡത്തിലെ അനിമൽസിനെ മൊത്തം എടുക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും അവ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, അല്ലെ? മനുഷ്യർ ഉൾപ്പെടെ ഒരുപാട് പ്രാണികൾ, പക്ഷികൾ, സസ്തനികൾ എന്നിങ്ങനെ ധാരാളം മൃഗങ്ങൾ സാമൂഹ്യ ജീവികൾ, സോഷ്യലായിട്ട് അല്ലെങ്കിൽ സമൂഹമായിട്ട് ജീവിക്കുന്നവരാണ്. ഇവ മേധാവിത്വം, സഹകരണം, കുടുംബ ബന്ധങ്ങൾ എന്നിവ പ്രകടിപ്പിക്കും. ഈ കൂട്ടമായിട്ട് ജീവിക്കുന്നതിൽ ഒരാൾ മേധാവിയായിരിക്കും, ഒരു മേധാവിത്വം, ഒരാൾ സുപ്പീരിയർ പൊസിഷനിൽ കാണപ്പെടുന്നതായിരിക്കും. പിന്നെ അവർ പരസ്പരം സഹകരിച്ച് പോവുകയും കോപ്പറേറ്റ് ചെയ്തു പോകും. അവർ തമ്മിലൊരു ബന്ധം, ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അതാത് ഗ്രൂപ്പിലെ വ്യക്തികളുടെ എണ്ണം, പ്രായം, ലിംഗ അനുപാതം, മുതിർന്ന പുരുഷ ശതമാനം എന്നിവയെ ആശ്രയിച്ചു. ഒരു കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ എങ്ങനെയാ സ്ഥിരത ഉണ്ടാകുന്ന വെച്ചാൽ അവിടെയുള്ള ഗ്രൂപ്പുകളുടെ ഓരോ വ്യക്തികളുടെ എണ്ണത്തെയും അവരുടെ പ്രായത്തെയും അവരുടെ ലിംഗത്തിന്റെ അനുപാതം, സെക്സ് റേഷ്യോയുടെയും, അതുപോലെ അവിടെ എത്ര അഡൾട്ട് ഉണ്ട് അതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു സമൂഹം നിലനിന്ന് പോകുന്നത്. സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേട്ടയാടാനുള്ള സംരക്ഷണം. കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ മറ്റാരും അതിനെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല. പ്രജനനത്തിന്റെ ഉത്തേജനവും സമന്വയവും. അപ്പൊ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും, ഒരു സിംഗ്രണൈസേഷനിലായിരിക്കും പോകുന്നത്. കാരണം കൂട്ടമായിട്ടാണല്ലോ ജീവിക്കുന്നത്. ഭക്ഷണകാര്യക്ഷമത, ഫുഡ് അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ വിവരങ്ങൾ പങ്കിടൽ, അതായത് ആശയവിനിമയം, തൊഴിൽ വിഭജനം. ആ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും ഓരോ പെർട്ടിക്കുലർ ജോലികളായിരിക്കും, എല്ലാവരും ഒരേ ജോലിയല്ല ചെയ്യുന്നത്. ജനസംഖ്യാ സ്ഥിരത, ആ കൂട്ടിലുള്ള ജീവികളുടെ എണ്ണത്തിന്റെ ഒരു സ്ഥിരത. അതുപോലെ വിവര കൈമാറ്റം, നേരത്തെ പറഞ്ഞ ആശയവിനിമയ കൈമാറ്റം. ഗ്രൂപ്പിന് ഗുണങ്ങളുണ്ടെങ്കിൽ ദോഷവുമുണ്ട്, അല്ലെ? അതായത് മത്സരം തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ ഫുഡിന് വേണ്ടിയോ സെക്സിന് വേണ്ടിയോ ഒരു ഇണചേരാൻ വേണ്ടിയോ മത്സരം കാണിക്കും. പിന്നെ ഇൻബ്രീഡിങ്ങിന്റെ സാധ്യത. അപ്പോൾ ഇൻബ്രീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരേ അംഗങ്ങൾ തമ്മിൽ തന്നെ മീറ്റ് ചെയ്ത ഇൻബ്രീഡ് ഡിപ്രഷൻ, കഴിവുകൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുവഴി രോഗവ്യാപ്തി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പരിചരണത്തിന്റെ അപകട സാധ്യത, കൂടിലെ ഒരു കെയറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചില അപകടങ്ങൾ, ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ദോഷങ്ങളുടെ. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ചീതൽ എന്ന ജീവിയുടെ സാമൂഹ്യ ഘടനയാണ്. അത് ചീതൽ, ടെർമൈറ്റ്സ് എന്ന് പറയുന്നത്. ചീതലിന്റെ സാമൂഹ്യ ഘടന എന്താണെന്ന് നോക്കാം. ഐസോപ്റ്ററ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് ചീതൽ. ഐസോപ്റ്ററ എന്ന ഗ്രൂപ്പിലാണ് ചീതൽ ഉൾപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അവർ കോളനിയിൽ ജീവിക്കും. അതിനെ നിംഫ്, പ്രായ പൂർത്തി ആകാത്തവർ കാണപ്പെടും, നിംഫ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ജോലിക്കാർ, വർക്കേഴ്സ് കാണപ്പെടും. പട്ടാളക്കാർ, പ്രൊട്ടക്ഷനുള്ള സോൾജേഴ്സ് കാണപ്പെടും. പ്രത്യുൽപാദന ശേഷിയുള്ള റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തവർ കാണപ്പെടും. പിന്നെ ഒരു രാജ്ഞി, ക്യൂൺ, സുപ്പീരിയർ പൊസിഷനുള്ള രാജ്ഞി കാണപ്പെടും. എന്നീ ഗ്രൂപ്പുകളായിട്ടാണ് ചിതലിൽ കാണപ്പെടുന്നത്. ഇതിൽ നമുക്ക് ആദ്യം രാജ്ഞിയെ കുറിച്ച് നോക്കാം. രാജ്ഞിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? പ്രത്യുൽപാദന ശേഷിയുള്ളവർ,
അത് രാജ്ഞിക്കാണ് മുട്ടയിടാനുള്ള കഴിവുള്ളത്, അല്ലെ? അതുപോലെ പറക്കാൻ ശേഷിയുള്ളത്, നന്നായിട്ട് പറക്കാൻ കഴിയുന്നവരായിരിക്കും. 25 വർഷമോ അതിൽ കൂടുതലോ ജീവിച്ചിരിക്കും. ആയുസ് എന്ന് പറയുന്നത് ഒരു രാജ്ഞി 25 വർഷം വരെ അല്ലെ അതിൽ കൂടുതൽ ജീവിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും. ഇണചേരാൻ കഴിവുള്ള രാജ്ഞിയുടെ സമീപത്ത് തന്നെ പറക്കാൻ കഴിവുള്ള ആൺചിതലിനെയാണ് രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇണചേരാൻ കഴിവുള്ള ഒരു ആൺവർഗം ഉണ്ടാവും, അവർക്ക് പറക്കാൻ കഴിയും, അതെപ്പോഴും രാജ്ഞിയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇവരെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഒന്നിലധികം ജോഡികളും കോളനിയിൽ ഉണ്ടാകും. ആ കൂട്ടില് ഒരു രാജാവും രാജ്ഞിയും മാത്രമല്ല, അത് കൂടുതൽ ജോഡികൾ രാജ്ഞിയും കാണപ്പെടാം. രാജ്ഞിക്ക് ഒരു ദിവസം 2000-ലധികം മുട്ടയിടാനുള്ള കഴിവുണ്ടായി. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ 2000-ലധികം മുട്ടയിടാനുള്ള കഴിവുള്ളവരായിരിക്കും രാജ്ഞികൾ എന്ന് പറയുന്നത്. ഉദരഭാഗം വളരെയധികം വീർത്തിരിക്കുന്നതിൽ ഇവർക്ക് സ്വന്തമായി ചലിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതായത് മുട്ടയുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഉദരം വയറുഭാഗം വീർത്തിരിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ചലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചലിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? വേലക്കാർ, അതായത് വർക്കേഴ്സിന്റെ സഹായം വളരെ അത്യാവശ്യമായിരിക്കും. ചിതലുകൾ ഫിറമോണുകൾ സ്രവിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫിറമോണുകൾ എന്ന് വെച്ചാൽ ആശയവിനിമയത്തിന് വേണ്ടി ബോഡിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില രാസവസ്തുക്കളാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ ഫിറമോണുകൾ ചിതലും പുറപ്പെടുവിക്കുന്നുണ്ട്. ചിതലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്ഞിയാണ് ഫിറമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്ഞിയെ നക്കിത്തുടച്ച് പരിപാലിക്കുന്നത് വഴി ഈ ഫിറമോണുകൾ വേലക്കാരിൽ എത്തിച്ചേരും. രാജ്ഞിയെ പരിപാലിക്കുന്നത് വേലക്കാരുടെ ഫംഗ്ഷൻ ആണല്ലോ. ആ നക്കിത്തുടച്ച് പരിപാലിക്കുന്നത് വഴി ക്ലീനിങ് ചെയ്യുമ്പോൾ അതിലൂടെ ഫിറമോണുകൾ വേലക്കാരിൽ എത്തിച്ചേരും. വേലക്കാർ ഭക്ഷണം പങ്കുവച്ച് കഴിക്കുമ്പോൾ അത് വേലക്കാരിൽ നിന്നും മറ്റു ചിതകളിലേക്ക് ഈ ഫിറമോണുകൾ വ്യാപിക്കാറുണ്ട്. അപ്പൊ വേലക്കാർ കുക്ക് ചെയ്ത ആഹാരം മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുമ്പോൾ അതിലൂടെ ഈ ഫിറമോണുകൾ മറ്റ് ചിതലുകളിലേക്ക് എത്തിച്ചേരും. രാജ്ഞിയിൽ നിന്നുള്ള ഫിറമോണുകൾ അളവ് കുറയുമ്പോൾ പ്രായം കൂടിയ ഒരു നിമ്പ്, അതായത് പ്രായപൂർത്തിയാകത്തവരെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അവര് നിമ്പെന്ന് അതിൽ തന്നെ അഡൾട്ടായിട്ട് വരുന്ന ഒരാള് രാജ്ഞിയായിട്ട് മാറും. പിന്നെ ഉള്ള രാജ്ഞിയുടെ ഫിറമോണിന്റെ അളവ് കുറയുമ്പോൾ പ്രായപൂർത്തിയാകാത്തവരിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആള് രാജ്ഞിയായിട്ട് പിന്നെ മാറും. അവർക്ക് പിന്നെ എന്ത് ചെയ്യും? ഫിറമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഉറുമ്പുകളും ചിതലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഉറുമ്പുകളുടെ പ്രത്യേകത, മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇണചേർന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾ മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഉറുമ്പുകളിൽ നിന്ന് വ്യത്യാസമായ രാജ്ഞിയുമായി ചിതലുകൾ ആൺവർഗങ്ങൾ പ്രത്യുൽപാദനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും, മരിച്ചു പോകത്തില്ല. രാജ്ഞിയുമായിട്ട് വീണ്ടും വീണ്ടും പ്രത്യുൽപാദനം നടത്താനും മുട്ടയിടിക്കാനുള്ള കഴിവ്, മുട്ടയിടിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. അവയുടെ ശരീര വലുപ്പം രാജ്ഞിയെ പോലെ വർദ്ധിക്കാറില്ല. മറ്റൊരു പ്രത്യേകത, ആണുങ്ങൾക്ക് രാജ്ഞിയെ പോലെ ശരീരം വലുതായി വരത്തില്ല. രാജാവിന്റെയും രാജ്ഞിയുടെയും ചിറകുകളുടെ സ്ഥാനത്ത് ഒരു മുനമ്പ് മാത്രമേ കാണാൻ പറ്റൂ. മറ്റു ഗ്രൂപ്പിൽ നിന്നും രാജാവിന്റെ രാജ്ഞി തിരിച്ചറിയുള്ള എളുപ്പവഴിയാണ് സ്പൈക്ക്, അതായത് മുനമ്പ്. ചിറകുകളുടെ സ്ഥാനത്ത് ഒറ്റ മുനമ്പ് ഇതിനെ ഒരു രാജാവിന്റെ രാജ്ഞിക്കും കാണപ്പെടുള്ളൂ. സോമിങ് അഥവാ നപ്ഷ്യൽ ഫ്ലൈറ്റ്, ഇതുമായി ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാണാത്തതൊന്ന് കാണുക. ചിതലുകളിൽ പറക്കാൻ കഴിയുന്ന പ്രത്യുൽപാദന ശേഷിയുള്ളവർ, അവരെ വിളിക്കുന്ന പേരാണ് ഈയലുകൾ അഥവാ ഈയാമ്പാറ്റ അല്ലെങ്കിൽ വൈറ്റ് ആൻസ് എന്ന് പറയുന്നത്. അപ്പൊ ചിതലുകളിൽ തന്നെ പറക്കാൻ പറ്റുന്ന പ്രത്യുൽപാദന ശേഷിയുള്ളവരാണ് ഈയാമ്പാറ്റ അല്ലെങ്കിൽ ഈയലുകൾ എന്നറിയപ്പെടുന്നത്. കൂട്ടിനുള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര എണ്ണം ഉണ്ടാകുമ്പോഴാണ് ഇവർ കൂട്ടിൽ നിന്ന് പുറത്തോട്ട് പറക്കുന്നത്. അതായത് കൂട്ടിനുള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പറക്കാൻ പറ്റുന്നവർ കൂട് വിട്ട് പുറത്തോട്ട് ഇറങ്ങും. ഈ ഒരു കൂട്ടപ്പറക്കലിനെയാണ് സ്വാമിങ് അഥവാ നപ്ഷ്യൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ പറക്കലിലാണ് ഇണ ചേരുകയും അതിനുശേഷം ഒരു പുതിയ കോളനി ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. കൂടുണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായി അവർ ചിറകുകൾ എന്തെങ്കിലും പൊഴിച്ചു കളയും. അത് കണ്ടിട്ടുണ്ട്. പറന്നതിന് ശേഷം ചിതലിന്റെയൊക്കെ ചിറക് പൊഴിഞ്ഞു പോവുകയും പിന്നെ അവർ മണ്ണിലേക്ക് പോവുകയും ചെയ്യുന്ന കാണാൻ കഴിയും. അപ്പം ഈ കൂട്ടമായിട്ട് പറക്കുന്നുണ്ടെങ്കിൽ ഇണ ചേരുകയും ചെയ്യും, പുതിയ കോളനി ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ചിറകുകൾ പൊഴിച്ചു കഴിഞ്ഞിട്ട് ആ കൂട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ജോലിക്കാർ അഥവാ വർക്കേഴ്സ്, പേര് പോലെ തന്നെ കൂട്ടിലെ കംപ്ലീറ്റ് ജോലികളും ചെയ്തത് അവരായിരിക്കും. ഒരു കോളനിയിലെ ഭക്ഷണ സമ്പാദനം, ഭക്ഷണ സംരക്ഷണം, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, കൂടിന്റെ പരിപാലനം തുടങ്ങി എല്ലാ ജോലികളും ചെയ്തത് വർക്കേഴ്സ് ആയിരിക്കും. ദഹിപ്പിച്ചതോ പാല് ദഹിപ്പിച്ചതോ ആയ വസ്തുക്കൾ വായിലൂടെയോ അല്ലെങ്കിൽ വിസർജ്യമായോ പുറത്തെടുത്ത് അത് വിതരണം ചെയ്താണ് ജോലിക്കാർ കൂട്ടിലെ ഭക്ഷണ വിതരണ സംവിധാനം നിലനിർത്തുന്നത്. അപ്പം ദഹിപ്പിച്ചതോ അല്ലെങ്കിൽ പാല് ദഹിച്ചതോ ആയിട്ടുള്ള വസ്തുക്കൾ വായിലൂടെയോ വിസർജ്യമായിട്ട് പുറത്തെടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വയം ഭക്ഷണം കഴിക്കാൻ പ്രാപ്തമല്ലാത്ത കുഞ്ഞുങ്ങൾക്കും പട്ടാളക്കാർക്കും ഭക്ഷണം നൽകേണ്ടത് ജോലിക്കാരാണ്. സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റാത്തവരാണ് കുഞ്ഞുങ്ങൾ. അതോടൊപ്പം തന്നെ പട്ടാളക്കാർക്കും സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് രണ്ടുപേരും, കുഞ്ഞുങ്ങൾക്കും പട്ടാളക്കാർക്കും ആഹാരം നൽകേണ്ടത് ജോലിക്കാരാണ്.
ഇതോടൊപ്പം രാജ്ഞിയുടെ കാര്യങ്ങൾ നോക്കുക, മുട്ടകളെയും കുഞ്ഞുങ്ങളെയും അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റുക, കൂട്ടിലെ താപനിലയും വായു സഞ്ചാരം നിലനിർത്തുക, ഈ ജോലികൾ ചെയ്യുന്നതും ജോലിക്കാർ. കുഞ്ഞുങ്ങളെ നോക്കണം, രാജ്ഞിയുടെ കാര്യങ്ങൾ നോക്കണം, അതിന്റെ മുട്ടയും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് മാറ്റി ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക, കൂട്ടിലെ താപനിലയും വായു സഞ്ചാരവും ഒക്കെ ക്രമീകരിക്കണം. ഇതെല്ലാം ചെയ്യുന്നത് ജോലിക്കാരാണ്. പട്ടാളക്കാർ, സോൾജേഴ്സ്. പ്രൊട്ടക്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ അല്ലെ, കൂടിന്റെ പരിരക്ഷ, ആക്രമണം എന്നുള്ള നേരിടാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഇവിടെ പ്രത്യേകത. ബലമേറിയ ഉറച്ച ശരീരമുള്ളവരാണ് പട്ടാളക്കാർ. ഇവരുടെ പ്രധാന ശത്രുക്കൾ ഉറുമ്പുകളാണ്. ചിതലിന്റെ പ്രധാന ശത്രുക്കൾ ആരാണ്? ഉറുമ്പുകളാണ്. അപ്പം താടിയില് ഇവരെ ആക്രമിക്കാൻ, കടിക്കാൻ ഉപയോഗിക്കുന്ന മാൻഡിബിളുകൾ ഒരുപാട് വളർന്നിരിക്കുന്നുണ്ട്. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ആക്രമിക്കാനായിട്ട് മാൻഡിബിൾ വെച്ചാൽ ആക്രമിക്കുന്നത്, കടിക്കാൻ വേണ്ടി മാൻഡിബിൾ അവരുടെ വായിലുണ്ട് അല്ലെങ്കിൽ താടിയിലുണ്ട്. അത് ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നത് കാരണം അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ തങ്ങളുടെ വലിയ തല ഉപയോഗിച്ച് പാതകൾ അടച്ച് കൂട് പ്രൊട്ടക്ട് ചെയ്യും. കൂട്ടിലേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ ആ വലിയ തലയുള്ള ഈ പട്ടാളക്കാർ തല വെച്ച് ആ ഹോളിന്റെ ഭാഗങ്ങൾ കവർ ചെയ്ത് ആരെയും പ്രവേശിക്കാതെ കൂടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സമൂഹമായിട്ട് ജീവിക്കുന്ന മറ്റൊരു ജീവിയാണ് തേനീച്ചകൾ അഥവാ ഹണി ബീസ്. ഒരുപാട് സ്പീഷീസുകളുണ്ട്. ജീനസ് നെയിം എപ്പീസ് ആണ്. എപ്പീസിന്റെ മെല്ലിഫറ, ഡോൾസെറ്റ, ഫ്ലോറെ, ഇൻഡിക്ക, അങ്ങനെ ഒരുപാട് സ്പീഷീസ് കാണപ്പെടുന്നുണ്ട്. തേനീച്ചകളുടെ 3 തരം ജാതിയാണ് ഉള്ളത്. ക്യൂൺ അഥവാ രാജ്ഞിമ, പിന്നെ ജോലിക്കാർ വർക്കേഴ്സ്, മടിയന്മാർ ഡ്രോൺസ്. ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ വിഭജിച്ചിരിക്കുന്നത്. ആ ചിതലിനെ അങ്ങനെയാണ്, അവർക്ക് പ്രത്യേക ജോലിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോളനിയായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾ തിരിച്ചിരിക്കുന്നത്. രാജ്ഞിയുടെ പ്രത്യേകത വളരെ പ്രിവിലേജ്ഡ് മെമ്പറാണ്, കൂട്ടിലെ പ്രധാന അംഗമാണ്. 2 വർഷം മുതൽ 3 വർഷം വരെയാണ് ആയുസ്. ചിതലിനെ അപേക്ഷിച്ച് ആയുസ് കുറവാണ്. ചിതലിന് 25 വർഷം വരെ ഉണ്ടെങ്കിൽ രാജ്ഞിക്ക് 25 വർഷം വരെ ഉണ്ടെങ്കിൽ ഇവിടെ തേനീച്ച രാജ്ഞിക്ക് 2 മുതൽ 3 വർഷം വരെയാണ് ആയുസ് എന്ന് പറയുന്നത്. രാജ്ഞി 2 തരം മുട്ടയിടും. അതായത് ആണുമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയിടും. അതിനെ ഫെർട്ടിലൈസ്ഡ് എഗ് അല്ലെങ്കിൽ ബീജസങ്കലനം നടന്ന മുട്ട എന്നാണ് അറിയപ്പെടുന്നത്. ആ മുട്ടയുടെ പ്രത്യേകത ഡിപ്ലോയിഡ് ആയിരിക്കും. 2 ഗ്യാമിറ്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ മുട്ട ഡിപ്ലോയിഡ് എഗ് ആയിരിക്കും. എന്നാൽ ആണില്ലെങ്കിൽ അല്ലാത്തപ്പോഴൊരു മുട്ടയിടും, അത് ഹാപ്ലോയിഡ് എഗ് ആയിരിക്കും. കാരണം മെയിൽ ഗ്യാമിറ്റ് മേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹാപ്ലോയിഡ് എഗും ഡിപ്ലോയിഡ് എഗ് ഫെർട്ടിലൈസ്ഡ് ആയിരിക്കും, ഹാപ്ലോയിഡ് എഗ് അൺഫെർട്ടിലൈസ്ഡ് ആയിരിക്കും. ഇതിൽ ഫെർട്ടിലൈസ്ഡ് എഗ് ബീജസങ്കലനം നടന്ന മുട്ടകൾ കഴിഞ്ഞ് പെൺവർഗ്ഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ അത് രാജ്ഞിയോ അല്ലെങ്കിൽ ജോലിക്കാരോ ഉണ്ടാകും. ബീജസങ്കലനം നടന്ന മുട്ടകൾ എപ്പോഴും വിരിഞ്ഞ് പെൺവർഗ്ഗങ്ങളാണ് ഉണ്ടാകുന്നത്. അത് രാജ്ഞിയോ അല്ലെങ്കിൽ വർക്കേഴ്സോ ആയിട്ട് മാറാം. എന്നാൽ ബീജസങ്കലനം നടക്കാത്ത അൺഫെർട്ടിലൈസ്ഡ് എഗ്, അതായത് ഹാപ്ലോയിഡ് എഗ് വിരിഞ്ഞുണ്ടാകുന്നത് എപ്പോഴും മടിയന്മാർ അല്ലെങ്കിൽ ആൺവർഗ്ഗം, ഡ്രോൺസ് എന്ന് പറയും, ഡ്രോൺസ് ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ അനിഷേക ജനനം അഥവാ പാർത്തനോജെനിസിസ് എന്നാണ് അറിയുന്നത്. അതായത് അൺഫെർട്ടിലൈസ്ഡ് എഗിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഫീമെയിൽ ഗ്യാമറ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു എങ്ങോട്ടുണ്ടാകുന്ന പ്രോസസ്സിനെ പാർത്തനോജെനിസിസ് എന്നാണ് പറയുന്നത്. ഒരുപാട് ജീവികളിൽ പാർത്തനോജെനിസിസ് കാണപ്പെടുന്ന പ്രധാന ജീവിയാണ് തേനീച്ച. ഇപ്പൊ തേനീച്ചകളുടെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ട അത് വളർന്ന് ഒരു പുതിയ തേനീച്ചയായിട്ട് മാറുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത മുട്ടകളും തേനീച്ചയായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് അനിഷേക ജനനം അഥവാ പാർത്തനോജെനിസിസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിലെ ജോലിക്കാരുടെ പ്രത്യേകത പറഞ്ഞു, കൂടിന്റെ എല്ലാ സംരക്ഷണങ്ങളും ചെയ്യുന്നത് ജോലിക്കാർ തന്നെയാണ്. അവരുടെ ആയുസ് ഏകദേശം 3 മാസമായിരിക്കും. അതുപോലെ അവർ ഡിപ്ലോയിഡ് ആണ്, ഫീമെയിൽ ആണ്, പക്ഷേ ഫെർട്ടിലിറ്റി കപ്പാസിറ്റി ഇല്ലാത്തവർ. ആ പോലെ ഞാൻ എഴുതിയിട്ടില്ല, എന്ന് ഓർത്ത് വെച്ചേക്കണം. ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ജോലിക്കാർ. ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, അതുള്ളത് രാജ്ഞിക്ക് മാത്രമേ ഉള്ളൂ. നേരത്തെ ചിതലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ്. മടിയന്മാർ അഥവാ ഡ്രോൺസ് എന്ന് പറയുന്നത് അവർ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്? അൺഫെർട്ടിലൈസ്ഡ് ഹാപ്ലോയിഡ് മുട്ട വിരിഞ്ഞിലും ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഹാപ്ലോയിഡ് ആയിരിക്കാം ആ മടിയന്മാര്. അവരുടെ ആയുസം 2 മാസം, ചിലതിൽ 60 ദിവസം എന്ന് പറയുന്നുണ്ട്, ചിലതിൽ 5 അല്ലെങ്കിൽ 6 വീക്കുകളായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സോഴ്സിൽ ഓരോന്നാണ് പറയുന്നത്, കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോണം. അപ്പൊ 2 മാസമായിരിക്കും അവരുടെ ആയുസ് എന്ന് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങളുടെ ഉറവിടവും സ്ഥാനവും ആശയവിനിമയം നടത്താൻ വേണ്ടി തേനീച്ചകൾക്കിടയിൽ ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻസ് ഒരു പ്രോസസ് ഉണ്ട്, ഒരു ഡാൻസ്, നൃത്ത രൂപത്തിലാണ്. ഇതിനെ വേഗൽ ഡാൻസ് അല്ലെങ്കിൽ വേഗൽ നൃത്തം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ തേനീച്ചകളിലെ ഒരു പ്രത്യേകതരം ഡാൻസിങ് മൂവ്മെന്റ് കാണും. അത് എന്തിനാണെന്ന് വെച്ചാൽ എവിടെയാണ് ആഹാരം ഉള്ളത്, അതിന്റെ സ്ഥാനം എന്താണ് എന്ന് കണ്ടെത്താൻ, അതിന്റെ ആശയവിനിമയം നടത്താൻ വേണ്ടി തേനീച്ചകൾക്കിടയിൽ കാണിക്കുന്ന ഒരു ആശയവിനിമയ നൃത്ത സംവിധാനമാണ് വേഗൽ ഡാൻസ് എന്ന് പറയുന്നത്. തേനീച്ചകളുടെ പ്രത്യേകത ചിറകളുടെ എണ്ണം 4ആണ്, കാലുകളുടെ എണ്ണം 6ആണ്. തേനീച്ചകൾ നെക്ടറിനെ തേനാക്കി മാറ്റുന്ന പ്രോസസ്സിനെ ഫെർമെന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്.
തേനീച്ച ശാസ്ത്രജ്ഞാനത്തിൽ പറഞ്ഞു എപ്പീസ് ആണ് ജീനസ്, സ്പീഷീസുകൾ ഏതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. തേനീച്ചകളെ പോലെ ചിതലുകളെ പോലെ കൂട്ടമാട് കാണപ്പെടുന്നത് തന്നെയാണ് ഉറുമ്പുകൾ. ഹൈമനോപ്റ്ററ എന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വിഭാഗത്തിൽ വളർന്നവരാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. അവിടെയും രാജ്ഞിമാരുണ്ട്. ആയുസ് 1 വർഷം മുതൽ 15 വർഷം വരെ കാണപ്പെടാം. ഒന്നോ അതിലധികം രാജ്ഞിമാർ കൂടുതലുണ്ടാകാം. ജോലിക്കാർ നേരത്തെ ഹണിബി പറഞ്ഞിട്ടില്ല, ആ കൂട്ടത്തിൽ പല ജോലികളും ചെയ്ത ജോലിക്കാർ തന്നെയാണ്. പട്ടാളക്കാർ ശത്രുക്കളെ തുരത്താൻ വേണ്ടിയിട്ട് ഫോമിക് ആസിഡ് ഉപയോഗിക്കും. ഉറുമ്പുകളിൽ കാണുന്ന ആസിഡ് ഫോമിക് ആസിഡ്. അപ്പൊ എനിമീസിനെ തുരത്താൻ വേണ്ടിയാണ് ആ ഫോമിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ഉറുമ്പുകളിൽ ചിറകുള്ളവരെയാണ് ശരിക്കും ആണുറുമ്പുകൾ, പ്രത്യുൽപാദന ശേഷിയുള്ളതെന്ന് കണക്കാക്കുന്നത്. പ്രത്യുൽപാദന ശേഷിയുള്ളത് പറക്കാൻ കഴിയുന്നവരുമായിട്ടുള്ളതാണ് ആൺപറഞ്ഞുകൾ. പക്ഷെ ഒരു പ്രത്യേകത, ഇണ ചേർന്നാൽ ഇതിൽ മരിച്ചു പോകും. സീതയെ പറഞ്ഞില്ലേ, അവിടെയാണെങ്കിൽ ആജ്ഞയുടെ പിന്നെ ഉണ്ടാവും. പക്ഷെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആണുറുമ്പുകൾ എന്ത് ചെയ്യും? മരിച്ച് പോകും. ഉറുമ്പുകൾ വഴി പരാഗണം നടക്കാറുണ്ട്, പോളിനേഷൻ നടക്കാറുണ്ട്, തെറ്റിച്ചെടിയിൽ പോലെ. അതിൽ ആ ഒരു പോളിനേഷനെ നമ്മൾ നിർമ്മിക്കോഫിലി എന്നാണ് അറിയുന്നത്. ഉറുമ്പ് പറഞ്ഞതുകൊണ്ട് അതിന് കൂടെ പറഞ്ഞതാണ്. ഉറുമ്പിന്റെ സഹായത്തിൽ പോളിനേഷൻ നടക്കുന്നതിനെ നിർമ്മിക്കോഫിലി എന്നാണ് അറിയപ്പെടുന്നത്. ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം 6. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യോ ബയോളജിയിലെ ചിതലുകളുടെയും ഉറുമ്പുകളുടെയും തേനീച്ചകളുടെ കാര്യമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനിയും സോഷ്യലായിട്ട് ചെയ്യുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ചെറിയൊരു ബേസിക് ഉള്ള കൺസെപ്റ്റ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.